ഹലോ കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? ഞാൻ നമ്മുടെ 35 മൈലിലെ ബോയ്സ് അമ്പലത്തിലെ താലപ്പൊലി ഘോഷയാത്ര കാണാൻ വന്നിരിക്കുക. വന്നപ്പോൾ 35 മൈലിൽ ഓട്ടോ തൊഴിലാളികൾ നടത്തുന്ന ഒരു ഗാനമേള ഉണ്ടായിരുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ താലപ്പൊലി ഘോഷയാത്ര എത്തി. ചെണ്ടമേളങ്ങളുടെ അകമ്പടിയോടുകൂടി തന്നെ എല്ലാ പെൺകുട്ടികളും താലപ്പൊലി ഏന്തി വന്നു. അതിനുശേഷം ഓരോരോ കെട്ടുകാഴ്ചകളായിരുന്നു. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. തേര് വരുന്നു, അതുപോലെ തന്നെ കാവടി വന്നു, ശൂലം കുത്തിയിട്ടുള്ള എന്താണ് പറയുന്നത്, അതിന് ശൂലം കുത്തിയുള്ള കാവടി അങ്ങനെ വന്നു. ഇതിന് എന്തോരം ജനങ്ങളാണെന്നറിയാമോ? ഭയങ്കര ജനങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് നിൽക്കാൻ പോലും ഇടയില്ലാത്ത രീതിയിലായിരുന്നു 35 മൈൽ. അവിടെ മുഴുവൻ എല്ലാ കടകളും അലങ്കരിച്ച് വളരെ ഭംഗിയായിരുന്നു. ഞാനാണെങ്കിൽ എന്തോ ഒരു 5:30 ആയപ്പോഴേ അവിടെ ചെന്ന് ലാൻഡ് ചെയ്ത് നിന്നു. കാരണം എല്ലാ വർഷങ്ങളിലും അവിടെ പോകുന്നത് കൊണ്ട് നമുക്കറിയാൻ കഴിയും എന്തുമാത്രം അവിടെ തിക്കും തിരക്കും ഉണ്ടെന്ന്. അപ്പോൾ നേരത്തെ പോയി സീറ്റൊക്കെ പിടിച്ച് അവിടെ നിന്നു. എന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനെ ശൂലം കുത്തിയുള്ള ഒരു ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും എൻ്റെ അടുത്ത് വന്ന ആളുടെ ശൂലം എന്തോ ഇങ്ങനെ അനങ്ങിയിട്ട് അവരിങ്ങനെ കുത്തി വയ്ക്കുന്നു. അപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കണ്ണടച്ചിട്ടാണ് വീഡിയോ എടുത്തത്. എനിക്ക് എന്തോ ഒരു കണ്ടപ്പോൾ തന്നെ ഒരു പേടി തന്നെ. ബാക്കി ഇങ്ങനെ കെട്ടുകാഴ്ചകൾ ഇങ്ങനെ ഓരോരായിട്ട് വന്നുകൊണ്ടേയിരുന്നു. ഞാൻ ഒത്തിരി പുറകിലായിരുന്നു, എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിക്കുന്നേയില്ല. അപ്പം നിങ്ങളെയും കൂടെ ഈ ഒരു കാഴ്ച കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ആ വീഡിയോ ഒക്കെ എടുക്കുന്നത്. കുറച്ച് ചേച്ചിമാരെ അവിടെയൊക്കെ ഒരു ശകലം തലയൊക്കെ ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ചു. ഇതൊക്കെ കണ്ട് എന്ത് ഭംഗിയായിരുന്നു. ഇതൊക്കെ എൻ്റെ കയ്യിൽ അങ്ങോട്ട് നിൽക്കാത്ത രീതിയിലേക്കുമാണ് കടന്നു പോയത്. ഭയങ്കര ഭംഗി തോന്നി. ഗാനമേളയൊക്കെയാണ് അവിടുത്തെ ഗാനമേള ഭയങ്കര ഭംഗിയായിരുന്നു. ഞാൻ അതിൽ 5 പാട്ട് എത്തിയപ്പോഴത്തേനും നെഞ്ചിനിടിപ്പ് കാരണം ഞാൻ തിരിച്ചു പോന്നു. ഇപ്പോഴത്തെ സൈഡിൽ കൂടെ പോലീസുകാർ ഗതാഗത തടസ്സമില്ലാതെ തന്നെ വണ്ടികൾ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടേയിരുന്നു. പിന്നെന്താണ്, വേറൊരു ഇത് വരുന്നുണ്ട്. തീ ഇങ്ങനെ തുപ്പുന്ന സർപ്പത്തിൻ്റെ ഒരു ഇതാണ് വരുന്നത്. ദൂരെ നിന്നുകൊണ്ട് ഈ വെട്ടത്തിൻ്റെ ഇതുകൊണ്ട് അതത്ര കൊണ്ട് എൻ്റെ ഫോണിലേക്ക് ക്ലിയറായി കിട്ടിയിട്ടില്ല. ഭയങ്കര ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. ഈ ലൈറ്റുകളാണ് മുഴുവൻ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തീയ ഇങ്ങനെ തുപ്പുന്ന ഒരു രീതിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ എന്താണ്, ഇത് ആരാണ്? ഹനുമാനാണെന്ന് തോന്നുന്നു. ഹനുമാനാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ കണ്ട എനിക്ക് എടുക്കാനൊന്നും സാധിക്കുന്നില്ല. ആ മുഖമൊന്ന് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ? ജനങ്ങളിങ്ങനെ തിക്കി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു പോയി. ഇനി അടുത്ത വർഷം ഇതുപോലൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വന്ന് കാണാൻ നോക്കണം. അത്ര ഭംഗിയാണ്. അതിൻ്റെ തൊട്ടുപുറയിൽ നമ്മുടെ അംഗനവാടി ടീച്ചർ ജീവ ടീച്ചറിൻ്റെയൊക്കെ കൈകൊട്ടിക്കളിയുടെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു. അതും വളരെ ഭംഗിയായിരുന്നു. അവരുടെ കൈകൊട്ടിക്കളി ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അണ്ണനോട് പറഞ്ഞു, അണ്ണാ നമുക്കൊന്നും നമ്മൾ നിൽക്കുന്ന ഒരു വീഡിയോയും കൂടെ എടുക്കാമെന്ന് പറഞ്ഞ് അണ്ണനെ ആ തിരക്കിനിടയിൽ കൂടെ ഞാൻ ഒന്ന് മുഖം കാണിക്കാൻ ശ്രമിച്ചു. ഇതിൻ്റെ സൗണ്ട്, എൻ്റെ പൊന്നോ, ഞാൻ ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് നെഞ്ചിനാണോ വേദന വന്നേ, കണ്ണ് ചെവി അടിച്ചു പോയോ, എനിക്കറിയില്ല എന്തൊരവസ്ഥയായിരുന്നു. ഈ മുണ്ടകങ്കര പ്രദേശത്ത് ഉള്ള ചെറുപ്പക്കാർ മുഴുവൻ ആണും പെണ്ണുമെന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും ആടി തിമിർത്ത് ആ ഘോഷയാത്രയുടെ പുറകിലൂടെ പോകുന്നൊരു പ്രത്യേക കാഴ്ചയാണ്. അടുത്ത വർഷം എല്ലാവരും എത്തുക, ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, ബൈ.